ഹായ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാഴയ്ക്ക ബജ്ജി ഉണ്ടാക്കാൻ വെച്ചിട്ടാട്ടോ. നമ്മൾ കടലപ്പൊടി വെള്ളം ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇട്ട് കൊടുക്കണം, ഉപ്പിട്ട് കൊടുക്കണം, ലാസ്റ്റ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നത് അടിപൊളിയാട്ടോ. എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഓണത്തിരക്കെ കയ്യിലേ, മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ അവർക്കൊരു ചായക്കൊക്കെ ഇങ്ങനെ പലഹാരം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഓണക്കൂടിയൊക്കെ എടുത്തുവോ? എല്ലാവരും കമൻ്റ് ഇട്ടോ. നമ്മൾ മാവ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലാസ്റ്റ് അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, എന്നിട്ട് വാഴയ്ക്ക മുക്കിയിട്ട് അതിലേക്ക് ഇടുക. നമ്മൾ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ മാറ്റി കോരി എടുക്കുക കേട്ടോ. മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ കോരി എടുക്കുക. മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതെടുത്ത് മാറ്റാം. നമ്മളിതൊക്കെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ അതിൽ രാവിലത്തെ ഉള്ളിച്ചമ്മന്തി ഉണ്ട്, അപ്പോൾ അത് കൂട്ടി കഴിക്കുക. അടിപൊളിയാട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാട്ടോ. ചമ്മന്തിയുടെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അത് രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാട്ടോ.